5-ന്റെ 6, 7, 8, 9 വാക്യങ്ങൾ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിക്കാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി പറഞ്ഞ് എനിക്ക് വേണ്ടി മരിക്കുകയാൽ തന്റെ സ്നേഹം ക്രൂശിൽ പ്രദർശിപ്പിച്ചു. ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ ഒറ്റ വാക്കിൽ ഞാനത് പറഞ്ഞു നിർത്താം. മക്കളെ, ഈ കൊടും ചൂടത്ത് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ ഈ സർവീസിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വന്നത് നമുക്ക് പ്രയോജനമാണ്ടേ. ഈ ഞായറാഴ്ച അസാധാരണ വിടുതലിന്റെ ഒരു സൺഡേ ആയിരിക്കും. പക്ഷെ ഇന്ന് ഈ ദിവസം കർത്താവ് നിങ്ങളെ അറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യം സ്നേഹം പ്രകടമാക്കാനുള്ളതാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ സ്നേഹം പ്രകടമാക്കാനുള്ളതാണ്. സ്നേഹം പ്രകടമാക്കാനുള്ളതാണ്. എല്ലാരും പറഞ്ഞില്ല, സ്നേഹം പ്രകടമാക്കാനുള്ളതാണ്. സ്നേഹം പ്രകടമാക്കാൻ. ഇപ്പുറത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് മനസ്സിൽ കൊണ്ടു നടക്കാനുള്ളതല്ല. മനസ്സിൽ കൊണ്ടു നടക്കാനുള്ളതല്ല, സ്നേഹം പ്രകടമാക്കാൻ. ഏകദേശം മലയാളികൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം സ്നേഹം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരാണ്. പിന്നെ അവർക്ക് ആ വ്യക്തിയോടുണ്ടായിരുന്ന സ്നേഹം അവർ പറയുന്ന സമയത്ത് ആ പുള്ളിക്ക് ജീവനും കാണുകയില്ല. മനസ്സിലായല്ലോ എപ്പോഴാ പറയാൻ വരുന്നതെന്ന്? ശവമടക്കിന് വരുമ്പോ പറയും, കുഞ്ഞുട്ടിച്ചാൻ നല്ലവനായിരുന്നു, എനിക്ക് ഒരുപാട് നന്മ ചെയ്തവനായിരുന്നു, എൻ്റെ ഹൃദയത്തിൽ കുഞ്ഞുട്ടിച്ചാനോട് ഒരു വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നു. നീ എന്തിനാടാ നീ അവിടെ വന്ന് ഇതൊക്കെ പറയുന്നേന്നുള്ളതാണ് എൻ്റെ ചിന്ത. അങ്ങാര് ജീവിച്ചിരുന്ന സമയത്ത് ഈ ശവത്തിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുവച്ച പൂവ് വട്ടത്തി പരത്താതെ ഒറ്റക്കമ്പേലാക്കി അയാളുടെ കയ്യിലോട്ട് കൊണ്ടു കൊടുത്ത് ഇത് പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് ഒരു കൊല്ലവും കൂടെങ്കിലും കുറഞ്ഞത് എക്സ്ട്രാ ആയിട്ട് ജീവിച്ചതിനായിരുന്നു. ഞാൻ വീണ്ടും പറയാം, ഭർത്താവിനോടുള്ള സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, നിങ്ങളുടെ മീതെയുള്ള നിങ്ങളെ നയിക്കുന്നവരോടുള്ള സ്നേഹം, നിങ്ങളുടെ സഹജീവികളോട് സഹപ്രവർത്തകരോടുള്ള സ്നേഹം നിങ്ങൾക്ക് പ്രകടമാക്കാൻ പറ്റണം. ഒന്ന് കൈ കൊടുക്കുന്നത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. ഒന്ന് വർത്താനം പറയുന്നത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. ഒരു സന്തോഷത്തിന്റെ വാക്ക് പറയുന്നത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. ഒരു സമ്മാനം കൊണ്ട് കൊടുക്കുന്നത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. അപ്പനെ അമ്മയും പരിപാലിക്കുന്നതും അവർക്കൊരു നന്മ ചെയ്യുന്നതും സ്നേഹത്തിന്റെ പ്രകടനമാണ്. സ്നേഹം, വീണ്ടും പറയുന്നു, ഈ വാക്കുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാം, യേശുവിനെ പോലെ അങ്ങനെ ജീവിക്കാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ സാത്താനെ പോലെ തുടരാം. യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയണമെങ്കിൽ അവൻ സ്നേഹം പ്രകടമാക്കി, അത് പ്രദർശിപ്പിച്ചു. പലപ്പോഴും നമ്മൾ പറയത്തില്ല ആ സ്നേഹത്തെക്കുറിച്ച്. നിങ്ങളുടെ ഭാര്യയോട് പറയണം, നിങ്ങളുടെ ഭർത്താവിനോട് പറയണം, നിങ്ങളുടെ മക്കളോട് പറയണം. അവരൊരു നന്മ ചെയ്താൽ പറയണം. എല്ലാത്തിനും കംപ്ലൈൻറ്റ് പറയും. ഞാൻ ഓർക്കുമായിരുന്നു, പല സന്ദർഭങ്ങളിലും ദൈവം തരുന്നൊരു ഊർജം, ദൈവം തരുന്നൊരു ബലം കൊണ്ടാണ് ദൈവകൃപയാൽ ഞങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല. കാരണം പലപ്പോഴും ഒരു മീറ്റിംഗ് കഴിയുമ്പം ഒരു മെസ്സേജ് പോലും പലരും അയക്കുകയില്ല. യൂട്യൂബിനകത്തൊക്കെ പ്രസംഗം കേട്ട ചില ദൈവമക്കൾ ഇന്നത്തെ മീറ്റിംഗ് ബ്ലെസ്സിങ് ആയിരുന്നു പാസ്റ്റർ, ഇന്നത്തെ മെസ്സേജിലൂടെ കർത്താവ് എന്നോട് സംസാരിച്ചു, കർത്താവിൻ്റെ ആത്മാവ് വചനത്തിലൂടെ ഇടപെട്ടു എന്നൊക്കെ അയക്കുമ്പം ഈ മീഡിയയിലെ കുഞ്ഞുങ്ങൾ ചിലതൊക്കെ സ്ക്രീൻഷോട്ട് അടിച്ച് എനിക്ക് അയച്ചു തരും. പാസ്റ്റർ, ഇന്നത്തെ മെസ്സേജിൽ ഒരു സഹോദരി അയച്ചിരിക്കുന്നു, അവരോട് ഈ ശുശ്രൂഷ അവർക്കൊരു അനുഗ്രഹമായിരുന്നു. അത് കാണുമ്പോൾ ഒത്തിരി പേരില്ല, ചില ആളുകൾ, പിന്നെ നമ്മുടെ ഈ ചർച്ചിൽ ആയിരക്കണക്കിന് ആളുകളൊക്കെ ഉണ്ടെങ്കിലും ചില ആളുകൾ, വിരളയിലെണ്ണാകുന്ന ചില ആളുകൾ, പാസ്റ്റർ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇത്രയും യാത്ര ചെയ്ത് ഇത്രയും ഉറക്ക കളച്ച്
ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിച്ചതിന് നന്ദി. ഇത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞാൽ ഞാനതൊരു ബോണസായി, ഓണത്തിനൊക്കെ ബോണസ് കിട്ടുമല്ലോ, പറഞ്ഞാൽ ഞാനതിനെ ബോണസായി മാത്രം കാണുന്നു. എനിക്ക് പ്രതിഫലം ദൈവമാണ് വെച്ചിരിക്കുന്നത്. അന്നേരമെങ്കിലും അസൂയപ്പെടരുതെന്നൊരു ആഹ്വാനം, ഒരു സ്നേഹത്തോടുള്ള ഒരു ഉപദേശം ഇതിനകത്തുണ്ട്. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. പക്ഷെ പറയണം, എൻ്റെ ഉള്ളത്തിൽ നിങ്ങളുടെ മക്കളോട് പറയണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചിരുത്തി. ഇത് ഈ ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോ ഉള്ളതും കൂടെ എടുത്തു കളയുന്നൊരു വാക്യമുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടോ? അതിൻ്റെ ഒരു ഭാഗം ഞാൻ മനസ്സിലാക്കിയ ഒരു ഭാഗം പറയാം. നിങ്ങൾക്കൊക്കെ ഒത്തിരി അർത്ഥങ്ങൾ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു ഭാഗം, ഈ ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്നുള്ളതുകൂടെ എടുത്തു കളയെന്ന് വെച്ചാൽ $1000 ഉള്ളവനെ $1000 കൂടെ കൊടുക്കും, $1 ഇല്ലാത്തവനെ ഞാൻ പട്ടിണിക്ക് ഇടുവെന്നല്ല അതിൻ്റെ അർത്ഥം. അത് ഞാൻ അതിൻ്റെ വിവിധ പരിഭാഷകൾ വായിക്കുമ്പോൾ അത് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചുമാണ് പറയുന്നത്. നന്ദിയുള്ളവന്, റെസ്പോണ്ട് ചെയ്യുന്നവന്, നന്ദിയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവന് ഞാൻ കൊടുക്കും. ഇതൊരു ഭയങ്കര സത്യമാണ്. ആ നന്ദി കെട്ടവന് ഞാൻ കൊടുക്കുകയില്ല. ഇത് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വാതിൽ അടച്ചു കളഞ്ഞത്, നിങ്ങളെ ന്യായം വിധിച്ചത് നിന്റെയൊക്കെ പിറുപിറുപ്പ് കാരണമാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ഉദാഹരണം, സന്തോഷം ഒന്ന് മുന്നിലേക്ക് വന്നേ പാസ്റ്റർ. ഞാൻ ഈ സന്തോഷ് പാസ്റ്ററിന് ഒരു പേന കൊടുത്തെന്നിരിക്കട്ടെ, ഒരു പേന കൊടുത്തു. സ്തോത്രം. സന്തോഷ് പാസ്റ്റർ ആ പേന സ്നേഹത്തോടെ മേടിച്ചിട്ട്, താങ്ക് യു പാസ്റ്റർ, താങ്ക് യു, നന്ദി പാസ്റ്റർ. 2 ദിവസം കഴിഞ്ഞിട്ട് സന്തോഷം വീണ്ടും എനിക്ക് മെസ്സേജ് അയക്കുക, ടിനു പാസ്റ്റേ നല്ല പേനയാ കേട്ടോ, നല്ല എഴുതാൻ നല്ല സുഖം. അത് കഴിഞ്ഞ് വീണ്ടും സന്തോഷിനെ അടുത്ത മീറ്റിങ്ങിൽ കണ്ടപ്പോൾ ആ പോക്കറ്റിൽ പേന ഇരിക്കുന്ന കണ്ടു. സന്തോഷം വീണ്ടും പറയുക, പാസ്റ്റേ പേനയാ. ഞാൻ ഉറപ്പായിട്ടും അടുത്ത തവണ എൻ്റെ കയ്യിൽ എന്തേലും ഒരു സാധനം കിട്ടിയാൽ ഞാൻ ഇവൻ്റെ മുഖമായിരിക്കും ഓർക്കും. കാരണം അവൻ്റെ ആ ഗ്രാറ്റിറ്റ്യൂഡ് നിമിത്തം, ആ നന്ദിയുള്ള ഹൃദയ നിമിത്തം എനിക്ക് പിന്നെയും അവന് കൊടുക്കാൻ തോന്നും. എനിക്ക് പിന്നെയും അവന് കൊടുക്കാൻ തോന്നും. എൻ്റെ കയ്യിൽ എന്നാ സാധനം കിട്ടിയാലും അത് സന്തോഷിന് കൊടുക്കാം. എനിക്കത് ഫീൽ ചെയ്യും. അത് അടുത്തത് പറയട്ടെ. അതേസമയം ഒരു പേന കൊടുത്തു. ആ പേന മേടിച്ചിട്ട് പേന കൊണ്ട് പോയിട്ട്, എൻ്റെ കയ്യിലൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ട് എനിക്ക് 50 രൂപയുടെ പേനയാ തന്നെ കൊണ്ട് കളഞ്ഞു. ഞാൻ അടുത്ത ദിവസം നോക്കിയപ്പോൾ ആ പേന വേറൊരുത്തൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നു. കാരണം സന്തോഷം ഇത് ഇഷ്ടപ്പെട്ടില്ല. സന്തോഷം അത് എന്ത് ചെയ്തു? വേറൊരുത്തന് കൊടുത്തു. ചുമ്മാ പുള്ളിയോട് ചോദിച്ചു, ഈ പേന എവിടുന്ന? അത് ഇന്നലെ സന്തോഷ് പാസ് തന്നാ, പുള്ളിക്ക് ഈ പേന പിടിച്ചില്ല. നിന്റെ ആയുസി പിന്നെ ഒരു സാധനം, പിന്നെ നിന്റെ ആയുസിൽ ഒരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയമുള്ളവർക്ക് ഉള്ളവന് ഞാൻ കൊടുക്കും. ഇപ്പുറത്ത് എഴുതിക്കും, നന്ദി ഉള്ളവന് ഞാൻ കൊടുക്കും. നന്ദി കെട്ടവന്റെ കയ്യിൽ നിന്നുള്ളതൂടെ ഞാൻ എടുത്തു കളയും. ഹല്ലേലൂയ. ചേർന്ന ആമേൻ പറഞ്ഞാട്ടെ. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്നിവിടെ ഉണ്ടാകണം. സ്നേഹം കൊടുക്കണം, സ്നേഹം പ്രകടമാക്കണം, നന്ദിയുള്ള ഹൃദയം ഉണ്ടാകണം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ തിരക്ക് പിടിച്ച സമയത്ത് പെരുമ്പാവൂര് ഒരു വീട്ടില് ബാവുച്ചെറിയാൻ പാസ്റ്ററിന്റെ അവിടെ അന്ന് അവരുടെ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോയപ്പോൾ അവർ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. പോയ വഴിക്കൊന്ന് കയറണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും എറണാകുളത്ത് നിന്ന് എനിക്ക് എയർപോർട്ടിലോട്ട് പോകണം. അന്ന് എൻ്റെ ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. അന്ന് ഈ ഫോഗായിരുന്നു. എന്തുവാ പറയുന്നത്, ഈ നെടുമ്പാശ്ശേരി ഫ്ലൈറ്റ് പോയില്ല. പാസ് ഓർക്കുന്നു ആ ദിവസം.
പാസ്റ്റർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഡൽഹി പോയപ്പോൾ. പിന്നെ ഡൽഹി പോയപ്പോൾ അപ്പോൾ ഈ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, പാസ്റ്റർ അതുവഴി പോകുന്ന കണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിലൊന്ന് കയറി. അപ്പം അവനോട് ഞാൻ പറഞ്ഞു വന്നോ കാണാം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കാരണം അന്ന് ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പുള്ളിക്കാരന് വലിയ സന്തോഷമായി. പലരോടും പറഞ്ഞിട്ട് ഇനി പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ സമയമില്ലാത്ത സമയത്ത് ഓടി വന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഞാനിത് ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഞാൻ എൻ്റെ കഥയല്ല ഈ പറയുന്നത്. കഥ പറയാനാന്നേ ഒത്തിരി ഉണ്ട്, ഒരുപാടുണ്ട്. കഥ പറയിക്കരുതെന്നുള്ളതാണ്. സ്തോത്രം. ഞാൻ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് പിന്നെയും ആ മനുഷ്യനെ കാണാൻ വീട്ടിൽ പോകാൻ ഒരു മടിയില്ല. കാരണം എന്നാണെന്നറിയോ, ആ മനുഷ്യന് നന്ദിയുള്ള ഹൃദയമുണ്ട്. ഇത് മനുഷ്യരോട് മാത്രമല്ല നമുക്ക് വേണ്ടത്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, ദൈവത്തോട് ഇതുണ്ടാകണം. ദൈവത്തോട് ഇതുണ്ടാകണം. ആ നന്ദിയുള്ള ഹൃദയം, സ്നേഹം പ്രകടമാക്കുന്ന മനോഭാവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടാകത്തുള്ളൂ. ആയിരിക്കുന്ന സഹോദരി, ഞാൻ അവരെ സുപ്രീം എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് ഞാനും ജീനായും കൂടെ സാധനം മേടിക്കാൻ പോയപ്പോഴാണ് കാണുന്നല്ലേ. അവിടെ വെച്ചല്ലയോ നിങ്ങളുടെ മോളും ഉണ്ടായിരുന്നല്ലേ? അതെ. ഞാൻ ആ കടയിൽ ചെന്ന് നിന്നപ്പം ഓടി എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ടങ്ങ് കരഞ്ഞു. എന്നിട്ട് ജീനായോട് പറഞ്ഞു, സിസ്റ്ററെ, പാസ്റ്റർ പ്രാർത്ഥനയിൽ യേശു എന്നെ സൗഖ്യമാക്കിയതാ. ഹല്ലേലൂയ. പാസ്റ്ററെ, ഇന്ന് ആ സഭയും ആ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ക്യാൻസർ രോഗിയായിരുന്നു. എത്ര വർഷം മുമ്പാണ് ഡയഗ്നോസ് ചെയ്ത സിസ്റ്ററെ? 3 വർഷം കഴിഞ്ഞു. 3 വർഷം മുമ്പാണ് ഡയഗ്നോസ് ചെയ്ത്. കർത്താവ് ഈ പ്രാർത്ഥനയിൽ വേണ്ട മോനെ, പ്രൊഫസി ഒന്നുമല്ല, അവിടെ പോയിക്കും. ഇത് ചിലരോടുള്ള പ്രൊഫസിയാ. ഇത് അവരോടുള്ള പ്രൊഫസി അല്ല, ഇത് നിന്നോടുള്ള പ്രൊഫസിയാ. ഹല്ലേലൂയ. കണ്ടോ, എത്രയോ ആളുകൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പക്ഷെ എനിക്ക് അവരെ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഇരുന്നിട്ട് ഞാൻ അവരെ തിരിച്ചറിഞ്ഞു. പിടികിട്ടിയോ? എന്താ എന്നെ കാണിക്കല്ലേ മോനെ, മാറ്റിക്കോ എന്നെ ടി വിന്ന്. എന്താ ഇങ്ങോട്ട് തന്ന നീ, എന്താ ഇങ്ങോട്ട് ഇങ്ങനെ കാണിക്കുന്ന നിങ്ങളൊരു ഡിസ്റ്റർബൻസാ. ഇനി കാണിച്ചോ മോനെ, കേട്ടോ. ദൈവം തമ്പുരാനെ എത്രയധികം പരിഭവിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആരാ ബ്രദറെ? ദൈവദാസനെ. എത്ര പിള്ളേർ? 2 പേരോ? എനിക്ക് മനസ്സിലായി. മോനും മോളും. ആ പിള്ളേര് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുകയല്ലെങ്കിൽ, വർത്താനം പറയുകയല്ലെങ്കിൽ, അപ്പൻ എന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് സങ്കടമുണ്ടോ? നിങ്ങളുടെ 2 പിള്ളേർ തമ്മിൽ വഴക്കാം. ആ പിള്ളേർ 2 പേരും തമ്മിൽ മിണ്ടുകയില്ല, ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ച് വരികയില്ല, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഇരിക്കുകയില്ല. ഇങ്ങോട്ട് വിളിച്ചാൽ അവനുണ്ടെങ്കിൽ ഇവള് പോവും, ഇവളുണ്ടെങ്കിൽ അവൻ പോവും. ഈ സ്ഥിതിയാണെങ്കിൽ ഒരപ്പൻ എന്ന നിലയിൽ നിങ്ങൾക്ക് സങ്കടം വരുമോ? കഷ്ടം. അങ്ങനെയാണ് എൻ്റെ അപ്പ എത്ര വിഷമിക്കുന്നുണ്ടെന്നറിയോ? അവൻ്റെ മക്കളായിരിക്കുന്നേ ചിലത് തമ്മി കണ്ട മിണ്ടുകയില്ല, ചിലത് തമ്മി കണ്ട ചിരിക്കുകയില്ല, ചിലത് തമ്മി കണ്ട കൈ കൊടുക്കുകയില്ല. എൻ്റെ അപ്പൻ്റെ ഉള്ളം എന്തുമാത്രം കലങ്ങുന്നുണ്ടെന്നറിയാവോ? ഈ ഭൂമിയിലെ അപ്പനാകുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ 2 മക്കൾ തമ്മിൽ മിണ്ടാതെ വഴക്കടിച്ചിരുന്നാൽ പ്രയാസമുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും, ഈ ലൈവിൽ കാണുന്ന മുഴുവൻ ആളുകളും സ്വർഗത്തിലെ അപ്പന്റെ മക്കളാ.
ആ അപ്പൻ്റെ മക്കൾ തമ്മിൽ ഈഗോയും പരിഭവവും പിണക്കവും വഴക്കുമായിട്ട് നടക്കുമ്പോൾ അതെന്തുമാത്രം പ്രയാസം സ്വർഗത്തിലെ അപ്പനുണ്ടാകും. അതുകൊണ്ട് ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരാകാതെ സ്നേഹത്തെ പ്രകടമാക്കുന്നവരാകുക. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളെ ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് അനുഗ്രഹിച്ച് അവരെ ഒന്ന് ബ്ലസ് ചെയ്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ലൈവിലൊക്കെ ഈ മെസ്സേജ് കഴിയുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം ഞാൻ ഇന്നലെ രാവിലെ പാസ്റ്ററെ ഷിജിനെ ദൈവസന്നിധിയിൽ പറയുന്നു, ഇന്നലെ രാവിലെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഒന്ന് കൈ ഉയർത്തി പിടിച്ച് ഞാൻ അത് ഒന്നുകൂടെ പ്രാർത്ഥിക്കട്ടെ, അത് തന്നെ ഒന്നുകൂടെ പ്രാർത്ഥിക്കട്ടെ, അത് തന്നെ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ ഈ ആലയത്തിലുള്ളവർക്കായി സ്തോത്രം, ലൈവിൽ ഞങ്ങളെ കാണുന്നവർക്കായി നന്ദി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ഞങ്ങൾ നന്ദി പറയുന്നത്, ഞങ്ങളെ സഭയും ശുശ്രൂഷയും സ്നേഹിച്ചവർക്ക്, കർത്താവിൻ്റെ സഭയുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി ഓഫറിംഗ് കൊടുത്തവർക്ക്, കൃത്യമായി ദശാംശം കൊടുക്കുന്നവർക്ക്, അവരുടെ ഇല്ലായ്മയിൽ നിന്നും കരുതിയവർക്ക്, അവരുടെ സമയവും ആരോഗ്യവും ഒക്കെ ചെലവഴിച്ചവർക്ക് ഞാൻ നന്ദി പറയുന്ന കർത്താവ്. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന പിതാവ്, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ. ആരൊക്കെ അടിയങ്ങളെ സഹായിച്ചിട്ടുണ്ടോ, ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കർത്താവേ, ഒരു ചില്ലി കാശെങ്കിലും ആലയത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ, കരുതിയിട്ടുണ്ടോ, ഒരു ഭക്ഷണമെങ്കിലും മേടിച്ചു തന്നിട്ടുണ്ടോ, അവരെ എല്ലാം ഓർത്തും കർത്താവിന് നന്ദി പറയുന്നു. ഞാൻ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ. ഞാനിപ്പോ പരസ്യമായി പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന എല്ലാ ദിവസവും രഹസ്യമായി ഞാൻ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്കതറിയാം. എല്ലാവരും എന്നെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കി. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദിയുള്ളവനാണ്. ജിജി പാസ്റ്റർ, ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാർ, ദൈവദാസന്മാർ, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ശുശ്രൂഷയില്ലായിരുന്നു. പലരും തകർക്കാൻ ശ്രമിച്ചപ്പോൾ, പലരും ഇല്ലായ്മ ചെയ്യാൻ നോക്കിയപ്പോൾ, പലരും തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ, അസൂയയോടെ പെരുമാറിയപ്പോൾ, ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ ചർച്ച, ഞങ്ങളെ അനുഗ്രഹിച്ച ഇടമാണ്, ഞങ്ങളുടെ ദൈവദാസൻ, ഞങ്ങളുടെ കൂട്ടായ്മയാണ്, ഞങ്ങളെ ദൈവം കൊണ്ടുവന്നിരുത്തിയ ഇടമാണ്. ഈ മനോഭാവത്തോടെ പെരുമാറിയ എല്ലാവരോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇല്ലായ്മയിൽ നിന്നും, വണ്ടിക്കൂലി പോലും ഇല്ലാതിരുന്നിട്ടും ആ വണ്ടിക്കൂലിക്ക് വെച്ച കാശ് പോലും ചില പ്രിയപ്പെട്ടവര് കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടിയും കർത്താവിൻ്റെ നാമമഹത്വത്തിനും തൻ്റെ പ്രവർത്തനത്തിനുമായി കൊടുത്ത പലരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ മറന്നു കളയുകയില്ല കേട്ടോ. എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഞാൻ എപ്പോഴും പറയും, ഈ ഫ്രണ്ടിൽ കുറേ അമ്മച്ചിമാരുണ്ടെന്ന്, ഒരാളെ കാണുന്നില്ലല്ലോ, എവിടാ ആ അമ്മച്ചി ഇന്ന് വന്നിട്ടില്ലയോ? ഇല്ല. ഞാൻ ഈ അമ്മച്ചിമാരെ എല്ലാം നോക്കും. ഇവിടെ ഈ ഫ്രണ്ടിലിരിക്കുന്നത് എത്ര വർഷമായിട്ട് വരുന്നതെന്നറിയാമോ? കർത്താവെ, എനിക്ക് പരിചയമുള്ള എല്ലാ മുഖങ്ങളും ഞാൻ നോക്കും. ഇവിടെ ഇന്റർസെഷൻ്റെ പ്രെയറൊക്കെ നടക്കുമ്പോൾ ഒത്തിരി പാവപ്പെട്ട അമ്മമാർ വന്നിരുന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾക്കറിയാമോ അത്? വലിയ ബെൻസ് കാറും ടയോട്ടയുടെ വണ്ടിയൊന്നും ഉള്ളവനെ ഞാൻ കാണുന്നില്ല. പക്ഷെ 3ഉം 4ഉം ബസ് കയറി ആട്ടോറിക്ഷ വിളിച്ച് ഈ ചർച്ചിനകത്ത് വന്നിരുന്ന് അവരുടെ ദൈവദാസനെയും സഭയും ചേർത്ത് പിടിക്കുന്നവരുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോ, ദൈവത്തിൻ്റെ ആലയത്തെയും കർത്താവിൻ്റെ നാമത്തെയും മറന്നു കളയാത്തവരെ മറന്നു കളയാത്തൊരു ദൈവം ജീവിക്കുന്നു. ചിലർ ചർച്ചിൻ്റെ പണികൾക്ക് വേണ്ടി കൊടുത്തു, അവർക്ക് വീണ്ടും കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ സാഹചര്യം അവരെ അനുവദിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ദൈവം നിങ്ങളെ കരുതും, ദൈവം നിങ്ങളെ സഹായിക്കും. ക്രിസ്തു നാം പാപികളായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചെങ്കിൽ അങ്ങനെ തന്നെ സ്നേഹിക്കാൻ, ആ സ്നേഹം പ്രകടമാക്കാൻ. ഒന്ന് പറഞ്ഞ കർത്താവേ, എനിക്ക് പലപ്പോഴും സ്നേഹം പ്രകടമാക്കാൻ പറ്റുന്നില്ല, അതിനൊരു കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ച് കൈ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞ കർത്താവ്, എൻ്റെ അപ്പനോട്, അമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, എൻ്റെ മീതെയുള്ള ദൈവദാസന്മാരോട്, എൻ്റെ സഹപ്രവർത്തകരോട്
ഒരു കടുംവെട്ട് സ്വഭാവമാണ്. അതൊന്ന് മാറ്റി തരണേ കർത്താവേ. എനിക്ക് ആ സ്നേഹം ഒന്ന് പ്രകടമാക്കാനുള്ള കൃപ തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സകലരിലേക്കും കർത്താവ് കൃപ നൽകട്ടെ. അവസാനമായി കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണത്തിന് തൊട്ടു മുൻപ്, നിങ്ങൾ റെഡിയാണോ? മരണത്തിന് തൊട്ടു മുമ്പ് ക്രൂശിൽ കിടന്ന് പറഞ്ഞ 7 മൊഴികൾ, 7 വാക്കുകളുണ്ട്. അതും ഒന്ന് വായിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1:30 മണിക്ക് ഈ സർവീസ് അവസാനിപ്പിക്കും. സാധാരണ ഇന്ന് പള്ളികളിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം 3:30 മണി 4 മണി വരെയാ ദുഃഖ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷ നടക്കുന്നത്. ഇവിടെ 1:30 കഴിഞ്ഞു പോയാൽ ദുഃഖം കൂടും. അതുകൊണ്ട് ഞാൻ 1:30, കാരണം അതുപോലത്തെ ചൂടാ, അമ്മാതിരി ചൂടാ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊടും ചൂടത്ത് നിന്നൊരു വിമോചനം അടുത്ത വർഷം നമുക്കുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ ചർച്ചയിൽ ഒന്ന് ആരാധിക്കാൻ? ഹല്ലേലൂയ. ഒന്നാമത്തെ വാക്ക് ലൂക്കോസ് വിശേഷം 23-ാം അധ്യായം 34-ാം വാക്യം. ജിജി പാഷ പെട്ടെന്ന് വായിക്കണം. സിജോ പാഷ അടുത്ത വാക്യം എടുത്തേ. ലൂക്കോസ് 23:43 സിജോ പാഷ എടുത്തേ. ലൂക്കോസ് 23:34 ജിജി പാഷ വായിച്ചേ. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. യേശു കർത്താവിന്റെ ക്രൂശിലെ ഒന്നാമത്തെ മൊഴി, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട്. ഇവരാരോടാണ് ഈ പ്രവർത്തിക്കുന്നത്, ഇവരെന്താണ് ഈ ചെയ്യുന്നത് എന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. 23:43 യേശു അവനോട്, ഇന്നു നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന്. ക്രൂശിൽ കർത്താവ് യാഗമാകുമ്പോൾ കർത്താവിന്റെ ഇടത്തും വലത്തും 2 കള്ളന്മാരെയും കൂടെ ക്രൂശിച്ചിരുന്നു. അതിലെ ഒരു കള്ളൻ വലത്ത് കിടന്ന കള്ളനാണെന്നോ ഇടത്ത് കിടന്ന കള്ളനാണെന്നോ ബൈബിൾ എഴുതിയിട്ടില്ല. അതിലെ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തനെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ യേശുവിനോട്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. മറ്റേ കള്ളൻ പറഞ്ഞു, ഞങ്ങളെയും കൂടെ ഓർക്കണമേ. ഇവൻ പറഞ്ഞു, എന്നെയും കൂടെ ഓർക്കണമേ. കാരണം രക്ഷ വ്യക്തിപരമാണ്, ദൈവത്തോടുള്ള ബന്ധം വ്യക്തിപരമാണ്. യേശു അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് സത്യമായും ഞാൻ നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. നീ നിന്റെ കൂടെ പറുദീസയിൽ ഇരിക്കും. ക്രൂശിലെ 3-ാമത്തെ മൊഴി യോഹന്നാൻ 19:26. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. അയ്യോ, അതൊക്കെ മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ടതായ ഒരു ഭാഗമാണ്. ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് യേശു കർത്താവിൻ്റെ ദൈവീകത്വത്തെയും സ്നേഹത്തെയും കരുതലിനെയും തെളിയിക്കാൻ കഴിയും. ഹല്ലേലൂയ. യോഹന്നാൻ 19:27 വാക്യത്തിലാണ് ക്രൂശിലെ 4-ാമത്തെ മൊഴി. യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ 19:27. അതിന്റെ അടുത്ത വാക്യം വായിച്ചേ പെട്ടെന്ന്. അവിടെ പുളിച്ച വീഞ്ഞ്, അത് തന്നെ 28-ാമത്തെ വാക്യം. 28-ാമത്തെ വാക്യം. അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവിന് ശരിക്കും ദാഹിച്ചത്, ദൈവപുത്രന് ദാഹിച്ചത് തൻ്റെ ജനത്തിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള ദാഹമായിരുന്നു, തൻ്റെ ജനത്തിൻ്റെ വിടുതലിനെ കുറിച്ചുള്ള ദാഹമായിരുന്നു. 5-ാമത്തെ ക്രൂശിലെ മൊഴി മത്തായി 27:46 മർക്കോസ് 15:34 എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്നർത്ഥമുള്ള എലോഹീം എലോഹീം ലമാ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഈ ഒരു ഭാഗത്തെ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, യേശുവോ തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടെ അഭയയാചനയും പ്രാർത്ഥനയും കഴിച്ചു എന്ന എബ്രായർ 5:7 എഴുതിയിട്ടുണ്ട്. ഇവിടെ
ജനനം മുതൽ മരണം വരെ തിരസ്കരണം അനുഭവിച്ചവനാണ് ദൈവപുത്രനായ യേശു. എന്നാൽ ക്രൂശിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് പറയാം, ജനിക്കാൻ ഇടം കൊടുക്കാതെ വഴിയമ്പലം അവനെ തള്ളി. ജനിച്ച സ്ഥലത്ത് വളരാൻ കഴിയാതെ കുഞ്ഞുമായിട്ട് ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. വളർന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാൻ തന്നെ യേശുവിനെ കുറിച്ച് ആളയച്ച് ചോദിപ്പിച്ച്, വരാനുള്ളവൻ നീയോ അതോ വേറെ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമോ? യേശു അവരോട് പറഞ്ഞു, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. യേശു കർത്താവിനെ ശിഷ്യന്മാരെല്ലാം വിട്ട് ഓടിപ്പോയി. യൂദ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. എല്ലാ മേഖലയിലും റിജക്ഷൻസ്, തിരസ്കരണങ്ങൾ അനുഭവിച്ച കർത്താവ്. യഹൂദന്മാർ അവനെ ശമര്യൻ എന്ന് വിളിച്ചു, ഭൂതഗ്രസ്തൻ എന്ന് വിളിച്ചു. യഹൂദന്മാർ അവനോട് നിന്റെ പിതാവാരെന്ന് ചോദിച്ചു, നീ വ്യഭിചാരപുത്രൻ എന്ന് പറഞ്ഞു. അവനെ എറിയാൻ കല്ലെടുത്തു. ഇങ്ങനെ ജീവിതത്തിൽ ഉടനീളം റിജക്ഷൻസ്, തിരസ്കരണങ്ങൾ അനുഭവിച്ച കർത്താവ്, തെറ്റിദ്ധരിക്കപ്പെട്ട സമൂഹത്തിന്റെ ഇടയിൽ ജീവിച്ച കർത്താവ്, ക്രൂശിൽ കടന്ന് ഒടുവിൽ പിതാവിനോട് ചോദിച്ച ചോദ്യമാണ്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, നീയും എന്നെ കൈവിട്ടുവോ? ലൂക്കോസ് 23:46 അതിന്റെ 6ാമത്തെ മൊഴി കാണാം. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ പ്രാണനെ വിട്ടു. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, യേശു തൻ്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിലേക്ക് കൊടുത്തതാണ്. ശത്രു എടുത്തതല്ല, അവൻ തന്നെ കൊടുത്തതാണ്. നിങ്ങൾക്ക് ഒരക്ഷരം പിടി കിട്ടിയില്ലെന്നറിയാൻ, ചൂടുകൊണ്ട. ശത്രു അവന്റെ ആത്മാവിനെ എടുത്തതല്ല, അവൻ തന്നെ സ്വയമായി പിതാവിന്റെ കയ്യിൽ കൊടുത്തതാണ്. ഹല്ലേലൂയ. അങ്ങനെ എടുക്കാൻ എല്ലാവനെയും കൊണ്ട് പറ്റത്തില്ല. അവൻ ദൈവിക വാഗ്ദത്തം നിർവഹിക്കുവാൻ വേണ്ടി കൊടുത്തതാണ്, പ്രാണനെ കൊടുത്തതാണ്. 7ാമതായി ക്രൂശിലെ അവസാനത്തെ മൊഴി യോഹന്നാൻ 19:30 യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നിവർത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം, ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ സഭയോട് കൂടി വന്നവരോട് പറയുന്നു, 33.5 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ ദൈവപുത്രനായ യേശു ക്രൂശിൽ കിടന്ന് പറയുന്നു, എവറിത്തിങ് ഈസ് ഡൺ. സകലതും നിവർത്തിയായി. നിനക്ക് വേണ്ടത് മുഴുവൻ, നിങ്ങൾക്ക് വേണ്ടത് മുഴുവൻ കർത്താവ് ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. സകലതും നിവർത്തിയായി. ഇനി ഇന്നൊരു സൗഖ്യമോ ഒരു വിടുതലോ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്യം എടുത്തുയർത്തി പറയാൻ കഴിയണം, കർത്താവേ, കുറച്ച് ബാക്കി വെച്ചിട്ടല്ല അങ്ങ് മരിച്ചത്, കുറച്ച് നീക്കി വെച്ചിട്ടല്ല അങ്ങ് അടക്കപ്പെട്ടത്, കുറച്ച് മാറ്റി വെച്ചിട്ടല്ല അങ്ങ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തത്. എനിക്ക് വേണ്ടി സകലവും നിർവഹിച്ചു. എവറിത്തിങ് ഡൺ. സകലതും നിവർത്തിയായി, സകലതും നിവർത്തിയായി. പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, അവന്റെ ആട്ടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ നിന്റെ അകൃത്യങ്ങളെ വഹിച്ചു. നിന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നിവർത്തിയായി, ഒന്നും ബാക്കി വെച്ചിട്ടല്ല. ഈ ഭൂമിയിൽ ആർക്കങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്? 70 വയസ്സുള്ളവൻ ഇവിടെ മരിക്കുമ്പോഴും ആഗ്രഹങ്ങൾ ബാക്കി വെച്ചാണ് മരിക്കുന്നത്. 85ാമത്തെ വയസ്സിൽ മരിച്ചവനും ഇനിയും ചിലതും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ ജീവനെ, ആത്മാവിനെ പിതാവിന്റെ തൃക്കരങ്ങളിൽ 33.5 വയസ്സിൽ യേശു ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തിരുവായി കൊണ്ട് അരുളി ചെയ്തു, ന്യായപ്രമാണം
നിവർത്തിയായി, തിരുവെഴുത്തുകൾ നിവർത്തിയായി, വാഗ്ദത്തങ്ങൾ നിവർത്തിയായി, ദൈവപ്രവർത്തികൾ നിവർത്തിയായി. സ്വർഗത്തിലെ അപ്പ അങ്ങ് എന്നെ ഏൽപ്പിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചതായ സകല ദൗത്യങ്ങളും നിവർത്തിയായി. ഈ ഗുഡ് ഫ്രൈഡേയിൽ ചില ഫുൾഫിൽമെന്റുകൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പെൻഡിങ് ആയി നിൽക്കുകയല്ല, വീണ്ടും ബാലൻസ് ആയി നിൽക്കുകയല്ല. ചിലത് ഇന്ന് പകലിൽ നിവർത്തീകരിക്കപ്പെടട്ടെ, നിവർത്തീകരിക്കപ്പെടട്ടെ, നിവർത്തീകരിക്കപ്പെടട്ടെ. നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടട്ടെ. നിന്റെ തലമുറയോടുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടട്ടെ. നിന്റെ മേലുള്ള വചനങ്ങൾ നിവർത്തീകരിക്കപ്പെടട്ടെ. രോഗികളായിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ, എഴുന്നേറ്റ് നിന്നാട്ടെ. ലിഫ്റ്റ് യുവർ ഹാൻഡ്. രോഗികളായിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ്. In the name of Jesus. ദൈവത്തിന്റെ ആത്മാവേ, നീ എന്നോട് ഇടപെട്ടല്ലോ. ഇന്ന് ഒത്തിരി പേർ സൗഖ്യമാകുമെന്ന് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു. എല്ലാവരും മരിച്ചുവെന്ന്. ജീവിക്കുന്നവർ താങ്കൾക്കായിട്ടല്ല, തങ്ങൾക്കായി ജീവനെ തന്നവനായിട്ട് അത്ര എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ സ്തുതി, ഈ ദൈവത്തോട് നന്ദിയുള്ളവർ അത് പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, നന്ദിയോടെ പറഞ്ഞേ. Thank you, Holy Spirit of God. വായ്കൾ തുറന്ന് പറഞ്ഞേ. സകലവും നിവർത്തിയായി എന്ന് വാഗ്ദത്തം ചെയ്തവനെ 3 ക്യാൻസർ പേഷ്യന്റുകൾ ഇതിൽ കർത്താവ് ഹീൽ ചെയ്യുകയാണ്. ഇവിടെ ഒരു വ്യക്തിയുണ്ട്, ആ ഭാഗത്ത് ഒരാളുണ്ട്, ആ ഏരിയയിൽ ഒരാളുണ്ട്. 3 പേർ ഇവിടെ, അവിടെ, ആ ഭാഗത്ത് 3 പേർ കർത്താവിനാൽ ഇന്ന് പകൽ സൗഖ്യം പ്രാപിക്കുകയാണ്. കണ്ണുകൾക്കകത്ത് ഹീലിംഗ് ഉണ്ടാകട്ടെ. കർത്താവേ, നീ അടിപ്പിണരുകൾ ഏറ്റെടുത്തത് ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്, ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്, ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യേശു കർത്താവിന്റെ ഒറ്റ മുറിവിൽ നിന്നാണ് എൻ്റെ വിമോചനത്തിനും വിശുദ്ധീകരണത്തിനുമുള്ള രക്തമൊഴുകിയതും. അതേ മുറിവിൽ നിന്നാണ് എനിക്ക് സൗഖ്യമുണ്ടായത്. നിങ്ങളെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ദിവസം കർത്താവ് അടികളേറ്റതും ക്രൂശിതനായതും എല്ലാവരും ഓർക്കുമ്പോൾ കേവലം ഒരു ഓർമ്മയല്ല, ഇന്ന് ആ ക്രൂശിൽ നടന്ന കൈമാറ്റങ്ങൾ, ആ ക്രൂശിൽ ചിലത് കൈമാറിയിരുന്നു. എന്നെ ഒന്ന് നോക്കിയാൽ ഞാൻ വിടുവിക്കപ്പെടാനുള്ളവരോട് പറയാം, ആ ക്രൂശിൽ യേശു ചിലത് എക്സൈൻ ചെയ്തിരുന്നു, ചിലത് കൈമാറിയിരുന്നു. അവിടെ നിന്ന് വന്ന കൈമാറ്റമാണ് അടിമത്തത്തിൽ നിന്ന് തന്റെ മരണത്താൽ എന്നെ പുത്രനാക്കി മാറ്റിയത്. അനീതിയിൽ നിന്ന് എന്നെ നീതിമാനാക്കി മാറ്റിയത്. അശുദ്ധിയിൽ നിന്ന് എന്നെ വിശുദ്ധീകരിച്ചത്. എനിക്ക് വിരോധവും പ്രതികൂലവുമായി എഴുതിയ കൈയെഴുത്തുകളെ മായ്ച്ചു കളഞ്ഞത്. അതിനകത്തുനിന്ന് വെളിപ്പെട്ടതാണ് എന്റെ മരണം മാറി എനിക്ക് ജയം.